പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ റൈപ്പൻ ഫ്രൂട്ട്സിന് ഒരു അൺയൂഷ്വൽ കളറായിരിക്കും. അതായത് സാധാരണ നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് കണ്ടുവരുന്ന പറമ്പിലൊക്കെ കാണുന്ന ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സ്. അതായത് പപ്പായൊക്കെ എടുത്താൽ കുറച്ചും കൂടെ ഡീപ്പ് യെല്ലോ, ഡീപ്പ് ഓറഞ്ച് കളേഴ്സ് ആയിരിക്കും. പിന്നെ സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. പ്രത്യേകിച്ച് വാഴപ്പഴം എടുത്ത് നോക്കിയാൽ, നമ്മുടെ നാടൻ പഴം എടുത്താൽ അത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് വേറൊരു ഷെയ്ഡ് യെല്ലോ ആയിരിക്കും. മാത്രമല്ല കുറച്ച് ഇറഗുലർ ആയിരിക്കും. കറുത്ത ചില വരകൾ, പാടുകളൊക്കെ അത് നാച്ചുറലി പഴുക്കുമ്പം അതിൽ സംഭവിക്കും. പക്ഷേ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വാഴപ്പഴം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ഞെട്ട് പച്ച കളറും പഴം ലെമൺ യെല്ലോ കളറിലുമായിരിക്കും. മാത്രമല്ല പഴം വളരെ ഹാർഡായിട്ടും ഫീൽ ചെയ്യും. അപ്പം അത് അവിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി റൈപ്പൻ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന നാടൻ മൂവാണ്ട മാങ്ങയുടെയോ അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന മാങ്ങയുടെ ഒരു സ്മെല്ലായിരിക്കില്ല. ശരിക്കും നമുക്ക് ആ ഒരു കെമിക്കൽ സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആരും മണത്ത് നോക്കണ്ട, ഡേഞ്ചറസ് ആണ്. എങ്കിൽ പോലും നമുക്കൊരു കെമിക്കൽ സ്മെല്ല് അതിൽ അറിയാൻ പറ്റും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാങ്ങ പോലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നാച്ചുറലി റൈപ്പനാണെങ്കിൽ അതിൻ്റെ അണ്ടിയെല്ലാം ഉറച്ച് അത് താഴ്ന്നു കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ആർട്ടിഫിഷ്യലി റൈപ്പൻഡ് ആണെങ്കിൽ അത് പൊങ്ങിക്കിടക്കാനാണ് കൂടുതൽ സാധ്യത. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള ഫ്രൂട്ട്സാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. അത് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ 100% സത്യമായിരിക്കുകയാണ്.